ഇല്ലാത്ത വണ്ടിക്കൂലിയും കളഞ്ഞ് ക്ലാസ്സും കട്ട് ചെയ്ത് വന്നതേ കുക്കറി ഷോ കാണാനല്ല. എന്റെ ആ പഴയ ഫ്രണ്ടിനെ നീ ഓർക്കുന്നില്ലേ, ന്യൂയോർക്കിലുള്ള? ബേബി ആന്റി. ആന്റി സ്ട്രോക്ക് വന്ന് കിടപ്പിലല്ലേ? അതെ, ബേബിയുടെ മൂത്ത മോളെ നീ അറിയും. അമ്മു അവളെ കെട്ടിച്ചതോ അമേരിക്കയില്. അമ്മ കാര്യം പറയേ, ആരാ അമ്മയ്ക്ക് വിസ ഒപ്പിച്ചു തരുന്നത്? അമ്മു. എന്തിന്? സ്ട്രോക്ക് വന്ന് കിടപ്പിലാണെങ്കിലും ബേബിക്ക് നല്ല ബോധമൊക്കെ ഉണ്ട്. എപ്പോഴും എന്നെ കാണണമെന്ന് പറയും. ആന്റി കിടപ്പിലായിട്ട് 5 കൊല്ലമായി. ഇപ്പൊ എന്താ അമ്മോടൊരു പുതിയ സ്നേഹം? പുതിയ സ്നേഹമൊന്നും അല്ലല്ലോ. ബേബി അമ്മുവൊക്കെ അന്ന് നമ്മുടെ വീട്ടിൽ വരാറുണ്ടായിരുന്നതല്ലേ. അന്ന് നമ്മൾ എറണാകുളത്തായിരുന്നല്ലോ, നെടുമ്പാശ്ശേരി എയർപോർട്ടിനടുത്ത്. നല്ല വീട്, കാറ്, സമ്പത്ത്. ഒരുപാട് ബന്ധുമിത്രാദികളൊക്കെ അക്കാലത്ത് വന്നിരുന്നു. കാര്യങ്ങൾ കുഴഞ്ഞപ്പോൾ എല്ലാവരും മിസ്സിങ്. ഈ കേസ് മാത്രം എങ്ങനെ റീഓപ്പണായി? സത്യം പറ, എന്താ മുന്നേ പ്രോബ്ലം? അവള് പ്രഗ്നന്റ് ആണോ? പ്രസവ ശുശ്രൂഷയ്ക്ക് ആളെ വേണോ അല്ലേ? ഞാനും അപ്പയും കൂടി കഴിഞ്ഞ മാസം ഡോക്ടർ മാത്യു ചെറിയാനെ കണ്ടിരുന്നു. ഏറിയാൽ 6 മാസം. അതിനപ്പുറം ഒരു ബൈപ്പാസ് സർജറി ഇല്ലാതെ അപ്പായ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. 1.5 ലക്ഷം രൂപയെങ്കിലും വേണം. നിനക്കറിയാലോ, ഈ വീട് പണയത്തില്. കാര്യങ്ങൾ അങ്ങനെ തട്ടിമുട്ടി നടന്നു പോകുന്നു എന്നല്ലാതെ എന്തെങ്കിലും അരുതാത്ത് വന്നു പോയാ നമ്മൾ എന്ത് ചെയ്യും മോളെ? അമ്മുവിന്റെ കൂടെ ഒരു 6 മാസം മതി. അത് കഴിഞ്ഞാ വേറെ വീടുകളിൽ പ്രസവ ശുശ്രൂഷയ്ക്ക് ആളെ വേണം. നിന്റെ പഠിപ്പ് കഴിയുന്നതുവരെയെങ്കിലും ഞാൻ അവിടെ നിന്ന് പറ്റിയ നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ എളുപ്പമാണെന്ന് അമ്മു പറഞ്ഞത്. നീ പോയി കിട്ടിയാ പിന്നെ ഇളയത്തുങ്ങളുടെ കാര്യം സേഫായില്ലേ? എന്റെ അമ്മേ, കാര്യം കാണാൻ ഇവരെ പോലുള്ളവരിങ്ങനെ പലതും പറയും. പേറും പിറപ്പും കഴിഞ്ഞ കുറെ പഴയ ബെഡ്ഷീറ്റും തലേണക്കാറും ഏറിയ 10,000-50,000 രൂപയും തന്ന് അവരമ്മയെ പറഞ്ഞു വിടും. നമ്മുടെ പ്രശ്നങ്ങൾ അതുകൊണ്ടൊന്നും തീരില്ല. പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പ അറിഞ്ഞോ? അയ്യോ ഇല്ല, നിന്നോട് പറഞ്ഞിട്ട് പറയാവുന്ന കരുതി. നന്നായി. അപ്പയ്ക്കത് സഹിക്കാൻ കഴിയില്ല. നമ്മളിനി എന്ത് ചെയ്യും മോളെ? നീ ഒരു ഫോൾസ് പ്രസ്റ്റീജിന്റെ പുറത്ത് വേണ്ടെന്ന് പറഞ്ഞു. ഉഴുന്നോടെ വിറ്റ് നടക്കുന്ന എനിക്ക് എന്ത് ഫോൾസ് പ്രസ്റ്റീജ്? പുറത്ത് പറയാത്ത ഒരുപാട് രോഗങ്ങളുടെ കൂടാണമ്മ. അതുമല്ല, ഒറ്റയ്ക്ക് വേറൊരു രാജ്യത്ത് പോയി ഇത്തരം ജോലികൾ ചെയ്ത് പിടിച്ചു നിൽക്കാൻ കഴിവുള്ള ആളുമല്ല. പിന്നെ അപ്പയുടെ ബലത്തിൽ അങ്ങനെ നിന്നു എന്നല്ലാതെ. അതുമല്ല, അമ്മ പോയാ അപ്പയുടെയും പിള്ളേരുടെയും കാര്യം ആര് നോക്കും? പക്ഷെ അപ്പയുടെ ട്രീറ്റ്മെന്റ് അതിനൊരു സൊല്യൂഷൻ ഇല്ലല്ലോ. ഞാനിവിടെ മെഡിക്കൽ സെന്ററിന്റെ ഡയറക്ടറെ പോയി കണ്ടു. ഇൻസ്റ്റാൾമെന്റ് പേയ്മെന്റിൽ ബൈപ്പാസ് സർജറി നടത്തുന്ന ഒരു സ്കീമുണ്ട് അവർക്ക്. പക്ഷേ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ഒരു 50,000 രൂപ വേണ്ടി വരും. എനിക്കൊരു പാർട്ട് ടൈം ജോലി ഒത്തുകിട്ടിയിരുന്നെങ്കിൽ കാര്യങ്ങൾക്കൊക്കെ ഒരു നീക്കുപോക്കായേനെ. സെക്കൻഡ് ഇയർ BCA സ്റ്റുഡന്റിന് എന്ത് ജോലി കിട്ടാനാടി? രാമസ്വാമി. ആര്? രാമസ്വാമി അയ്യങ്കാർ. സർ, സർ. എന്നമ്മാ? രാമസ്വാമി അയ്യങ്കാർ. ഞാനെന്താ? സാറിനൊരു മകനുണ്ടോ? എനക്ക് കല്യാണമേ ആവലേ അമ്മ. ക്രോണിക് ബാച്ചുലർ. അമ്മ, ഉനക്ക് എന്നെ വേണോ? നോ ഡ്യൂപ്ലിക്കേറ്റ് ബിസിനസ്, ഓൺലി ഒറിജിനൽ. തമിഴ്, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി. ഇതൊരു സോഫ്റ്റ്വെയർ കമ്പനിയാണെന്നാണ് അയാൾ പറഞ്ഞത്. ആയിരുന്നു വൺസ് അപ്പോൺ എ ടൈം. ഒരു അമേരിക്കൻ കമ്പനിയുടെ ഔട്ട്സോഴ്സ് താ ഇങ്ക സെഞ്ചിട്ടിരുന്നത്. US കമ്പനി ക്ലോസ്, ഞാനും ക്ലോസ്. ജീവിക്കാൻ വേണ്ടി വീഡിയോ ലൈബ്രറി തുടങ്ങിയാച്ച്. ഇതും രക്ഷയില്ലേ. മൾട്ടിപ്ലക്സ്, യൂട്യൂബ്, ഡൗൺലോഡ്. യൂത്ത് കെട്ടുപോച്ചമ്മാ. അതിരിക്കട്ടും, ഇത് സ്റ്റിൽ ഒരു സോഫ്റ്റ്വെയർ കമ്പനി എന്ന് യാർ സൊന്നേ? ഒരു തിരുട്ടുമൂഞ്ചി. ദിലീപ് റെഡി?
റെഡി സർ. ഓക്കെ മാഡം. ഓക്കെ റെഡി ടേക്ക്. സ്റ്റാർട്ട് ക്യാമറ. റോളിംഗ് സർ. ആക്ഷൻ. എല്ലാവരും തിരക്കിലാണ്. വീട്ടുജോലികൾക്ക് സമയമില്ല. സമയം മീൻസ് മണി. സമയം ലാഭിക്കാൻ ഒരു കൈത്തൊഴിൽ. പോൾസൺ പ്രഷർ കുക്കേഴ്സ്. കട്ട് കട്ട്. മാഡം ഒരു അല്പം ഫ്രെയിം ഔട്ടായി പോയി. ഓ സോറി. ഇറ്റ്സ് ഓക്കെ. റീടേക്ക്. അതാരാ നടി? അതാണ് ഷീല പോൾ, വലിയ മുതലാളിയെ. അവരുടെയാണ് ആ പ്രഷർ കുക്കർ. കേട്ടിട്ടില്ലേ പോൾസൺ ഇൻഡസ്ട്രീസ്? ഓ, പോളാംബ്രോസിന്റെ ഭാര്യ. മാഡം റെഡിയല്ലേ? റെഡി. അപ്പൊ ഇതാണ് ഷീല പോൾ. താഴേക്ക് മുകളിലാരെന്ന് വെച്ചാൽ താഴേക്ക് വയ്ക്കോളൂ. ഷോട്ടിനിടയിൽ ശല്യപ്പെടുത്തരുത്. മേഡം, മേഡം. He's my son. അയ്യോ, മേഡം. നിന്റെ പേരെന്താടാ നത്തെ? പൊട്ടനാണോടാ നീ? പൊട്ടാന്റെ അപ്പൂപ്പൻ, നത്തന്റെ അമ്മൂമ്മ. തൊമ്മിക്കുഞ്ഞല്ലേ? അതെ, ടോം പോൾ. ഷീല മാഡത്തിന് ബോധം തെളിഞ്ഞു. മോനെ അമ്മ അന്വേഷിച്ചു. എനിക്ക് കാണണ്ട. വാ, അമ്മയെ കാണണ്ടേ? വേണ്ട. അതെന്താ? കാണണ്ടെന്ന് പറഞ്ഞില്ലേ? സാരമില്ല, ലേവൻ. യൂസ്ലെസ് ആണ് അവൻ. മാഡത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ? നത്തിങ് സീരിയസ്. മുറിവ് അത്ര ഡീപ്പല്ല. വീഴ്ചയുടെ ഒരു ഷോക്ക്, അത്രേ ഉള്ളൂ. എനിക്കൊന്ന് കാണാൻ പറ്റുമോ? പുറത്തിങ്ങനെ ഒരാൾ കാത്തു വെക്കുന്നതായി പറഞ്ഞു. ആളെ അറിയില്ലെന്നാ പറഞ്ഞത്. യഥാ മാത തഥാ പുത്ര. അവന് പറ്റൊരു പേര് പെൺകുഞ്ഞ്. എന്താണോ നോക്കി പഠിപ്പിക്കുന്നത്? അയ്യോ, അപ്പ വരുന്നു. ഹായ് സർ. സാർ ഞാൻ പറഞ്ഞില്ലേ, ഈ കുട്ടിയാണ് മാഡത്തിനെ. ഓ, താങ്ക് യു. എന്താ പേര്? ജീലു. എവിടെയാ വീട്? ഹോസ്റ്റലിലാണ്. സ്റ്റുഡൻ്റ് ആണല്ലേ? എങ്ങനെ പോവും? വെഹിക്കിൾ ഉണ്ടോ? ഇല്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട സർ, വെഹിക്കിളുണ്ട്. ഓക്കെ, താങ്ക് യു. കിലോ. ബാഡ് നൈറ്റ്. ഓട്ടോയ്ക്ക് തികയില്ല. അവരെ അങ്ങോട്ട് ചെന്ന് മുട്ടുന്ന സേഫ്. എടപ്പള്ളിക്കുള്ള ലാസ്റ്റ് ബസ് പോയോ ചേട്ടാ? അതിന് നാളെ രാത്രി വിളിയേച്ചി. ലാസ്റ്റ് ബസ്സൊക്കെ എപ്പോഴേ പോയി പെങ്ങളെ. എങ്ങോട്ടേക്കാ? ഞങ്ങൾ തന്നെ ഡ്രോപ്പ് ചെയ്യാം. താങ്ക് യു വെരി മച്ച് ചേട്ടാ. മിക്കവാറും നിങ്ങൾ തന്നെ ഡ്രോപ്പ് ചെയ്യേണ്ടി വരും. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണേ. വരാന്ന് പറഞ്ഞ റാസ്കലിന് ഒരു ലാസ്റ്റ് ചാൻസ് കൊടുക്കാം. ഒരു ലിഫ്റ്റ് തരുമോ? പണി തന്നതാണോ മച്ചാനെ? പനമ്പള്ളി നഗർ. താങ്ക് യു. സോ ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. ഹലോ, പേര് പറഞ്ഞില്ല. പണി പാളി. മനഃപൂർവ്വം പറയാതിരുന്ന രാത്രി കാണുന്ന കൊച്ചിക്കാരോട് വലിയ ലോകത്തിന് പോകരുതെന്ന് അമ്മച്ചി എപ്പോഴും പറയാറുണ്ട്. തമാശ പറയാതെ ആ നമ്പറും പേരും ഒന്ന് പറഞ്ഞേ. ഞാൻ വിൻസെന്റ്. മൈ ഫോൺ നമ്പർ ഈസ് 2255. മോനെ വിൻസെന്റ് ഗോമസേ, ഒരു നിസാര ഫ്രീ ലിഫ്റ്റിന് മോൻ വലിയ വലിയ കാര്യങ്ങളൊക്കെയാ പ്രതീക്ഷിക്കുന്നത്. എന്തിനാ നമ്പർ? നമ്മൾ പ്രേമിക്കാൻ പോകുന്നോ? അതോ ചേട്ടൻ എന്നെ കല്യാണം കഴിക്കുമോ? അടുത്ത സെമിസ്റ്റർ ഫീസ് നീ തരുമോ? അതെ, ചില പെമ്പിള്ളേര് ലിഫ്റ്റൊക്കെ ചോദിക്കും. വണ്ടി നിർത്താതിരിക്കുന്നത് ആമ്പിള്ളേരുടെ മിടുക്ക്.
ലോറി ട്രാഫിക് ഉള്ള സമയ. ടേക്ക് കെയർ. ദൈവമേ, എന്റെ സ്കൂട്ടർ അവിടെ പോയി? സത്യം പറ, നീ വല്ലവർക്കും വിറ്റോ? ഇല്ലടി, അതാ ഷോപ്പിംഗ് മോളിലെ പാർക്കിങ്ങിലുണ്ട്. നാളെ പോയി എടുക്കാം. അതെങ്ങനെയാ? അതെടുക്കാൻ പോയപ്പോഴല്ലേ ആ ഷീലാപ്പോള് ഇടിഞ്ഞു പൊളിഞ്ഞ് താഴത്തേക്ക് വീണത്. ഹോ, എന്തെല്ലാം സ്വപ്നങ്ങളൂടെയാ ഞാൻ ആ മദാരസെ പൊക്കിയെടുത്തത്. ഷീലാപ്പോൾ വ്യവസായ പ്രമുഖൻ പോൾ ആംബ്രോസിന്റെ ഭാര്യ, സിറ്റിയിലെ വൻകിട വനിതാ വ്യവസായ പ്രമുഖ, പണക്കാരി, ഗ്ലാമർ താടക. അവളെ വിചാരിച്ച എനിക്കൊരു പാർട്ട് ടൈം ജോലി കിട്ടാതിരിക്കോ? അവളുടെ ഒരു പ്രഷർ കുക്കറും ചീനച്ചട്ടി. ബോധം വീണപ്പോ അവൾ എന്നെ മരുന്ന് പോയിന്ന്. മറന്നുപോയെങ്കിൽ നമ്മളത് ഓർമ്മിപ്പിക്കണം. ഓർമ്മിപ്പിക്കണം അല്ലേ?